ഉപ്പേട്ടാ ഉപ്പേട്ടനെ കുറിച്ച് കുറച്ച് സ്റ്റഡീസും ആർട്ടിക്കലൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടു. എന്ത് റിപ്പോർട്ട്? എവിടുത്തെ റിപ്പോർട്ട്? ഈ ജാമ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ജേണലിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കാണേണ്ട താമസം അതും പൊക്കി പിടിച്ചോണ്ട് വന്നു. ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളല്ലേ എന്ന് വെച്ചാൽ നിനക്ക് ഇത് തന്നെയാണോ പണി? അല്ല ഈ അവയർനെസ് കൊടുക്കാൻ വേണ്ടി കളഞ്ഞിട്ട് പോടാ. എന്താ അവയർനെസ്സാ? നിനക്ക് തോന്നുന്നുണ്ടാ നിന്റെ ഈ കിടുത്താപ്പിൽ വീഡിയോ കൊണ്ട് എന്നെ പോലും ഒരുത്തരം ഇവിടുന്ന് മാറ്റാൻ പറ്റുന്നു? അതില്ല, എന്നാലും മനസ്സിലാക്കേണ്ടവർ മനസ്സിലായിക്കോട്ടെ. കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്. എന്നാ പറ, കേൾക്കട്ടെ എന്തൊക്കെയാണെന്ന്. അമേരിക്കയിലെ ടൂലൈൻ യൂണിവേഴ്സിറ്റിയിലെ സാംക്രമിക രോഗ വിഭാഗത്തിലാണ് പഠനം നടത്തിയത്. ആരാണ് നടത്തിയത്? മെക്സിക്കോയിലെ ന്യൂ ഓറിലൻസിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ. എങ്ങനെ പഠനം നടത്തിയത്? 4 ലക്ഷത്തിലധികം പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് പഠനം. കൃത്യമായി പറഞ്ഞാൽ 4,65,288 പേരുടെ. ഉപ്പ് പതിവായി കഴിക്കുന്നവരും അതുപോലെ തന്നെ വല്ലപ്പോഴും കഴിക്കുന്നവരും ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നവരും തരംതിരിച്ചായിരുന്നു പഠനം. വൃക്കയുടെ ആരോഗ്യത്തെ അളക്കാനുള്ള ഘടകങ്ങളായ BMI, EGFR എന്നീ നിലകൾ കൂടുതലായിട്ടാണ് കണ്ടത്. കഴിഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർദ്ദേശപ്രകാരം